ആലുവ മണൽപ്പുറത്താണോ ഞാൻ? ശിവരാത്രിയാണോ ഇന്ന്? തെറ്റിദ്ധരിച്ചു പോയ ഒരു സമയമാണത്. അമ്മാതിരി സംഭവങ്ങളാണ് ഈ UK ഇവർ ഒരുക്കിയേക്കുന്നത്. വെറൈറ്റി ഫുഡുകൾ വേണോ? ദേന അടിപൊളിയായിട്ട് ഈ അമ്മച്ചി ഉണ്ടാക്കണുണ്ടല്ലേ. ഇനി പഞ്ഞിപ്പൂടയെന്നോ മാഷ്മലെന്നോ എന്തുവേണേലും വിളിച്ചോ. സായിപ്പ് തീയിലിട്ട് ഉരുക്കി കഴിക്കുന്ന മിഠായി കണ്ട പൊളിയല്ലേ. ഇനി പേടിച്ച് കരയണോ? ഡാർക്ക് റൂം ദേ കിടക്കണം, സ്കേറി ഹൗസ്. കേറിക്കഴിഞ്ഞാൽ പേടിച്ച് കരയാം. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഞാനെല്ലാം ചിരിച്ചിരി ചേർത്തു. പക്ഷെ എൻ്റെ മോൾ ഈസ അവൾ കരഞ്ഞു. അതുകൊണ്ട് പൊന്നമ്മച്ചിയാണെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വലിയ ആളുകളിൽ ഒരാൾ മാത്രം കുട്ടികളുടെ കൂടെ കയറുക, ബാക്കി ഉള്ളവർ പുറത്ത് നിൽക്കുക. കാരണം ചിരിച്ചിരിച്ച് ചാവണ്ടല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല വെറൈറ്റി സ്വീറ്റ്സ് പിള്ളേരെ പരിചയപ്പെടുത്തണം. ദേ കിടക്കണം, എല്ലാം ഉണ്ട്. ഇതിന്റെ മേളിൽ കയറുന്നിട്ട് ആകാശത്ത് നിന്നിട്ട് ഭൂമിയെ കാണണോ? അതുകൊണ്ട് പക്ഷെ പേടിച്ച് കരയും കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ നാട്ടിലെ പോലെ ചെപ്പടി വിദ്യ ഇതിന്റെ ഉള്ളിൽ ബോൾ ഇട്ടിട്ട് സമ്മാനങ്ങൾ മേടിക്കണോ? അതുകൊണ്ട് ഐസ് സ്കേറ്റിങ്ങിന് വേണോ? അതുകൊണ്ടെന്ന്. ഇനിയിപ്പോ കാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിപ്പിച്ച് കളിക്കണോ? ആ പണ്ടാറുണ്ട്. 3-4 മണിക്കൂർ അർമാന്തിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ അങ്ങോട്ട് അവർ ഒരുക്കിയുണ്ട്. പിന്നെ കാർ പാർക്കിംഗ് പേടിക്കണ്ട കേട്ടോ, അതൊക്കെ ഫ്രീ ആണ്. ഓരോ രക്ഷയിലെന്ന് അടിപൊളിയാണ്, പോയി കണ്ടേ പറ്റുള്ളൂ. അമ്മാതിരി ഐറ്റംസ് ആണ്. കുട്ടികളെ കൊണ്ടുപോയിട്ട് മിഠായി കട എഴുതിയാണ്ടല്ല, നമ്മുടെ പണ്ടത്തെ ഐദ്രോസ് ഖാന്റെ കടയിൽ നിന്ന് മേടിച്ച മിഠായിയുടെ അതേ ടേസ്റ്റ് ആണ്. പൊള്ളിയാണ്, ഒന്നുമില്ല, കുട്ടികൾ പോവില്ല, അത് മേടിച്ചിട്ടേ പോവുള്ളൂ. വെറൈറ്റി മിഠായികളാണെന്ന്. ഈ ഒരു സാധനത്തിന്റെ മേളിൽ കഴിഞ്ഞാണ്ടല്ല കുറച്ചേരൊക്കെ അറിയാൻ പറ്റും. അടിപൊളിയാണ്, അത്ര ഡേഞ്ചറസ് ആണ് ഇതിന്റെ പോക്ക്. ഈ ഒരു സാധനത്തില് പൈസ മുടക്കിക്കോ, പ്രൈസ് ഉറപ്പാണ്. ഞങ്ങൾക്ക് 3 പ്രൈസ് അടിച്ചു. 3 ഗെയിം അറ്റംപ്റ്റ് ചെയ്തു, 3ലും പ്രൈസ് അടിച്ചു. അതാ പറഞ്ഞേ, ഇത് ഉറപ്പാണെന്ന്. ധൈര്യമായിട്ട് എടുത്തോ. 4-ാം തീയതി ജനുവരി 2026 വരെ ഉള്ളൂ. അതിനു മുമ്പ് പോയി തകർത്തോ, അടിപൊളിയാണ്. നമ്മുടെ കുട്ടികള് അങ്ങോട്ട് അർമാന്തിക്കട്ടെ UK കിടന്നിട്ട്.